ഹേ ഗൈസ് ഇന്നൊരു നൈറ്റ് ഡ്യൂട്ടി ദിവസമാണ്. നൈറ്റ് ഡ്യൂട്ടി സ്ഥലത്ത് ഞങ്ങൾക്ക് മടുത്തു. പിന്നെ ഈ ചിരിച്ചും കളിച്ചൊക്കെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കരയാൻ വേണ്ടിയിട്ടാണ് ഈ ചിരിച്ച് കളിച്ച് പോകുന്നത്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറി ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും പിന്നെ അവിടെ കിടന്ന് ചർച്ചയായിരുന്നു, ഏത് വാർഡിൽ പോകണം ഏത് വാർഡിൽ പോകണം. സത്യത്തിൽ സ്വന്തമായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള വാർഡിൽ തന്നെ പോകണം, കൂടുതൽ സമയം കളയാനാണല്ലോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ അവിടെ നിന്നവരോടൊക്കെ ഭയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വാർഡിലോട്ട് പോകുന്ന വഴി ശ്വേതനെ കണ്ടു. നോക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തോ ഒരു അത്യാവശ്യ പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് അവളൊരു സാഹസികം കാണിച്ചതാണെന്നാണ്. എത്ര സ്റ്റിച്ച് ഉണ്ട്? അങ്ങനെ അവളുടെ കൈക്കിട്ട് നല്ല പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും കേട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വാർഡിലെത്തിയപ്പോൾ സൂസുവിൻ്റെ കുറേ ക്യൂട്ട്നെസ് വാരിയറിയില്ലായിരുന്നു. ഞങ്ങൾ ഒപ്താൽ വാർഡിലായിരുന്നു. അപ്പോൾ അവിടെ വലിയ പണിയൊന്നും ഇല്ല, കാരണം അപ്പാപ്പന്മാരും അമ്മമാരും അവരവരുടെ കാരണം നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും എത്തിക്കഴിഞ്ഞാൽ ഡ്യൂട്ടി തുടങ്ങുന്നതിന് വേണ്ടി ഹാൻഡ് ഷേക്ക് തൊട്ട് ഞങ്ങൾ തുടങ്ങാറ്. പിന്നെ അത് വെച്ചങ്ങ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നു. പിന്നെ മെർലിനും അല്ലെങ്കിലും തമ്മിൽ ഒരു അടിയായിരുന്നു. പിന്നെ ഉള്ള ഓടി നമുക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല കേസ്. പിന്നെ തെറിയായിരുന്നു. പിന്നെ ഫുള്ള് മറ്റേ ടൂ ആ സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അവർ ഓക്കെ ആയെന്നൊക്കെ പറയും. ഞങ്ങൾക്ക് എന്തോ വഴക്കിടുന്നതാണ് അവരുടെ എൻജോയ്മെൻറ്റ്. ഇനി എങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് എല്ലാവരും അവരവരുടെ വാർഡിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ബൈയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവൾ ചായ കുടിക്കാൻ വിളിക്കണേന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇനി ഇറങ്ങാൻ പറ്റത്തില്ല കേസ്. ഞങ്ങളുടെ സാർ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ആരെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര പണിയാവും. പിന്നെ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വാർഡിലോട്ട് പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഞങ്ങളുടെ വാർഡിലെത്തി കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേഷ്യൻസിൻ്റെ അത്യാവശ്യം ബിപിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കിടന്ന് ഉറങ്ങി. പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.